അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5 വ്യാഴാഴ്ച. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാകും സഹായധനത്തിൽ തീരുമാനമെന്നും ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. വയനാടിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്നലെ അമിത്ഷായെ കണ്ടു. വയനാട് എംപി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാർ ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യത്തിൽ എടുത്ത നടപടികൾ ഇന്ന് അറിയിക്കാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയതായി പ്രിയങ്ക വ്യക്തമാക്കി. കേന്ദ്രത്തിന് മുന്നിട്ടിറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അത് രാജ്യത്തിനാകെ പ്രത്യേകിച്ച് ഇരകൾക്ക് വളരെ മോശമായ സന്ദേശമാണ് നൽകുന്നതെന്നും രാഷ്ട്രീയത്തിനതീതമായി ഉയരണമെന്നും ജനങ്ങളുടെ വേദനയും കഷ്ടപ്പാടുകളും മനസ്സിലാക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇതെല്ലാം ശ്രദ്ധയോടെയാണ് കേട്ടതെന്നും പ്രിയങ്ക പറഞ്ഞു. ക്രിമിനൽ കേസുകളിലെ അപ്പീലിൽ ശിക്ഷ മരവിപ്പിക്കുന്നതിന് പിഴത്തുക കെട്ടിവെക്കണമെന്ന ഉപാധി പാടില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി. ബലാത്സംഗ കേസിലെ ശിക്ഷ മരവിപ്പിക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ട 50,000 രൂപയുടെ പിഴ കെട്ടിവെക്കാനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തു. പിഴയും ശിക്ഷയുടെ ഭാഗമാണെന്നും അതുകൊണ്ട് അപ്പീലിൽ പിഴയും ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പുതിയ MLA-മാരായ UR പ്രദീപിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും നീല ട്രോളി ബാഗിൽ ഉപഹാരം നൽകി സ്പീക്കർ. ഭരണഘടനയും നിയമസഭാ ചട്ടങ്ങളടങ്ങുന്ന പുസ്തകങ്ങളുമാണ് ബാഗിലുള്ളത്. അതേസമയം നീല ട്രോളി ബാഗ് യാദൃശ്ചികമാണെന്നാണ് സ്പീക്കറുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത്. പാസ്പോർട്ടിന് അപേക്ഷിച്ചവരെ ലക്ഷ്യമിട്ട് നടക്കുന്ന പുതിയ തട്ടിപ്പിനെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. പലതരം വാഗ്ദാനങ്ങളുമായി നിങ്ങളെ തേടിയെത്തുന്ന മെസ്സേജുകളും അവയിലെ ലിങ്കുകളും സൂക്ഷിക്കണമെന്ന് തൃശൂർ സിറ്റി പോലീസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിച്ചേരാനുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഹെലിപോർട്സ്, ഹെലി സ്റ്റേഷൻസ്, ഹെലിപാഡ്സ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ചും പോളിസിയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. CBSE 9-10 ക്ലാസുകളിലേക്കുള്ള സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ സ്റ്റാൻഡേർഡ്, അഡ്വാൻസ്ഡ് എന്നീ തലങ്ങളിൽ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നതായി റിപ്പോർട്ട്. വിഷയം കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തുവെങ്കിലും ഗവേണിംഗ് ബോഡിയുടെ അംഗീകാരം ലഭിച്ചാൽ 2026-27 അധ്യയന വർഷം മുതൽ രീതി തുടരാനാണ് നീക്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ താക്കീത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഫയൽ ചെയ്ത റിപ്പോർട്ട് കോടതി പരിഗണിക്കവെ ദേവസ്വങ്ങളെ ഹൈക്കോടതി താക്കീത് ചെയ്തു. നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്നും മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുതെന്നും സാമാന്യ ബുദ്ധി പോലുമില്ലേ എന്നും കോടതി ചോദിച്ചു. അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കാൻ പ്രീപെയ്ഡ് രീതിയിലേക്ക് ഡോളി സർവീസ് മാറ്റാനുള്ള ദേവസ്വം നീക്കത്തിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. അയ്യപ്പ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും തീർത്ഥാടന കാലയളവിൽ ഇത്തരം പ്രവൃത്തികൾ ഇനി പാടില്ലെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തു. ഇതേ തുടർന്ന് പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കോടതി വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് സ്ഥലമാറ്റം നൽകി ഉത്തരവ്. മഞ്ജുഷയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി കളക്ടറേറ്റിലേക്ക് മാറ്റി നൽകണമെന്ന് മഞ്ജുഷ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം നൽകിയത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഭിന്നതയിൽ നിലപാട് വ്യക്തമാക്കി AP വിഭാഗം നേതാവും SYS ജനറൽ സെക്രട്ടറിയുമായ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. സമസ്തയുടെ കൂടി ഭാഗമായി ലീഗ് നേതാക്കൾ സുന്നി വിരുദ്ധ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇപ്പോഴുള്ള അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് ഹക്കീം അസ്ഹരി പറഞ്ഞു.
മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുൻപ് സമസ്ത സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് സമസ്തയെ നിയന്ത്രിക്കുന്നതിന് സാങ്കത്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണ കേസിൽ തിരൂർ സതീഷിന്റെ രഹസ്യമൊഴിയെടുക്കാൻ കോടതിയുടെ അനുമതി. തൃശൂർ CJM കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ അനുമതി നൽകിയത്. കുന്നംകുളം കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. തീയതി കോടതി നിശ്ചയിച്ചിട്ടില്ല. കുഴൽപ്പണം BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു എന്നായിരുന്നു മുൻ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആരോപണ വിധേയരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു. കൃത്യമായ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ നടപടിയുണ്ടാകുമെന്നും സുപ്രീംകോടതിയിൽ പോയി കാലുപിടിക്കേണ്ടി വരുമെന്നും കോടതി വിമർശിച്ചു. ഭാര്യയുടെ സ്ത്രീധന പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി ബിപിൻ സി ബാബു ഹൈക്കോടതിയിൽ. പരാതി വാസ്തവ വിരുദ്ധമാണെന്നാണ് ബിപിൻ സി ബാബു ആരോപിക്കുന്നത്. പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പകപോക്കലാണ് പരാതിക്ക് പിന്നിലെന്നും ബിപിൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ ഉൾപ്പെട്ട മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ 1934 സഭ ഭരണഘടന അംഗീകരിക്കണമെന്ന നിബന്ധന പാടില്ലെന്ന് സുപ്രീംകോടതി. സെമിത്തേരികളിലെ ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ യാക്കോബായ സഭയുടെ പുരോഹിതർക്ക് വഴിയൊരുങ്ങുന്ന സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവാണ് പുറത്തുവന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഷൊർണൂർ സ്റ്റേഷനിൽ പിടിച്ചിട്ട വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്രാപ്രശ്നം പരിഹരിച്ചത് 3 മണിക്കൂറിലേറെ സമയമെടുത്ത്. സാധാരണ എഞ്ചിൻ കൊണ്ടുവന്ന് വന്ദേ ഭാരതുമായി ബന്ധിപ്പിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. ഇന്നലെ 5:30 ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ട കാസർകോട് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനാണ് 3 മണിക്കൂറിലേറെ നേരം പിടിച്ചിട്ടത്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പ്രധാന പങ്കാളിയായി TCOM ഒഴിവാകുന്നു. കരാർ ഒപ്പിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് ഒടുവിലാണ് പിന്മാറ്റം. കെട്ടിട നിർമ്മാണത്തിനടക്കം പദ്ധതിയിൽ TCOM മുടക്കിയ തുക എത്രയെന്ന് വിലയിരുത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തലത്തിലുണ്ടായ ധാരണ. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് സമയത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊഴികെയുള്ള ഫോൺ ഉപയോഗം വിലക്കി. കേരള ഹൈക്കോടതി ജീവനക്കാർ ഓഫീസ് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കി രജിസ്ട്രാർ ജനറലാണ് ഉത്തരവിറക്കിയത്. സീനിയർ ഓഫീസർമാർ ഒഴികെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിർദ്ദേശം. പലരും ജോലി സമയത്ത് ഓൺലൈൻ ഗെയിം കളിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് രജിസ്ട്രാർ ജനറൽ നടപടിയെടുത്തത്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ദേശീയ പുരസ്കാരം. മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്ന ഗതാഗത മേഖലയിലെ പദ്ധതിക്കുള്ള ഗോൾഡ് മെഡലാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലഭിച്ചത്. രാജ്യത്തെ മികച്ച ദേശമാക്കി മാറ്റാൻ തനത് സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പദ്ധതികൾക്കും പ്രവർത്തനം, സാങ്കേതിക വൈദഗ്ധ്യം, സേവനം തുടങ്ങിയവയിലെ മികവിന് സ്കോച്ച് ഗ്രൂപ്പ് നൽകുന്ന ദേശീയ അവാർഡാണ് ഇത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അല്ലു അർജുൻ ചിത്രമായ പുഷ്പ 2വിന്റെ റിലീസിനോടനുബന്ധിച്ച് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചു. ഇന്നലെ രാത്രി 11 മണിക്കുള്ള പ്രീമിയർ ഷോയ്ക്കെത്തിയ അല്ലു അർജുനെ കാണാനെത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ഇതിനിടയിൽപ്പെട്ടാണ് സ്ത്രീ മരിച്ചത്. ഒരു കുട്ടിയടക്കം 2 പേർ ബോധം കെട്ടുവീണു. ഇവരെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ നില ഗുരുതരമാണ്. ദില്ലിയിലെ പ്രശസ്തമായ ജുമാ മസ്ജിദിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുസേന ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്ത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറലിന് കത്തയച്ചു. ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ പള്ളിക്കുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് ഗുപ്ത കത്തിൽ ആരോപിച്ചു. ജോധ്പൂരിലെയും ഉദയ്പൂരിലെയും ക്ഷേത്രങ്ങൾ തകർത്താണ് ചരിത്രപ്രസിദ്ധമായ ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നും ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, ദേവതകളുടെ വിഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കാൻ ഔറംഗസീബ് പള്ളിയുടെ കോണിപ്പടികളിൽ ഉപയോഗിച്ചുവെന്നും ഹിന്ദുസേന നേതാവ് കത്തിൽ ആരോപിച്ചു. ഇതെല്ലാം തന്റെ മതവികാരത്തെ ബാധിക്കുകയും അവിടെ അടക്കം ചെയ്തിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ദേവതകളെ ആരാധിക്കാനുള്ള തന്റെ അവകാശത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നും ഗുപ്ത ആരോപിച്ചു. ഉപഗ്രഹത്തിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രോബ 3 പേടകത്തിന്റെ വിക്ഷേപണം മാറ്റി. ഇന്നലെ വൈകിട്ട് 4:08 PSLV C-59 ഉപയോഗിച്ച് ISRO വിക്ഷേപണം നടത്താനിരുന്നത്.
വിക്ഷേപണത്തിന് 43 മിനിറ്റ് 50 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ കൌണ്ട് ഡൌൺ നിർത്തി. ഇന്ന് വൈകിട്ട് 4:12 വിക്ഷേപണം വീണ്ടും നടത്താൻ ശ്രമിക്കും. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ 3 ദൌത്യം നയിക്കുന്നത്. ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമായി കൊൽക്കത്ത നഗരം. ആഗോള നേച്ചർ ഇൻഡെക്സ് 2024 പട്ടികയിൽ ലോകത്തെ പ്രധാന നഗരങ്ങളിൽ ഇനി കൊൽക്കത്തയും. ആഗോളതലത്തിൽ 200 ശാസ്ത്ര നഗരങ്ങളിൽ 84 സ്ഥാനത്താണ് കൊൽക്കത്ത. ആഗോളതലത്തിൽ ബെയ്ജിംഗ് 1 സ്ഥാനം നിലനിർത്തി. സംഭൽ ആക്രമണത്തിൽ ജയിലിൽ കഴിയുന്നവരെ കാണാൻ സമാജ്വാദി പാർട്ടി നേതാക്കൾക്ക് അവസരം ഒരുക്കിയതിന് സംഭലിലെ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തിങ്കളാഴ്ചയാണ് സമാജ്വാദി പാർട്ടി നേതാക്കൾ ജയിലിൽ സന്ദർശനം നടത്തിയത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന് ഇന്ന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മിന്നുന്ന വിജയം നേടിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം തർക്കത്തിലായിരുന്നു. ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ വഴങ്ങാതായതോടെയാണ് അനിശ്ചിതത്വം ഉണ്ടായത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത BJP നേതാക്കൾ ഇടപെട്ടതോടെ ഷിൻഡെ അയഞ്ഞു. രാജ്യത്ത് ദേശാടന പക്ഷികൾക്ക് പ്രിയപ്പെട്ട സംസ്ഥാനം ഗുജറാത്തെന്ന് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ലോക വന്യജീവി സംരക്ഷണ ദിനത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2024 18 മുതൽ 20 ലക്ഷം വരെ ദേശാടന പക്ഷികളാണ് ഗുജറാത്തിൽ എത്തിയതെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത്. റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിക്കാൻ അസം സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മാട്ടിറച്ചി ഉപഭോഗം സംബന്ധിച്ച് നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്ത് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്താൻ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇസ്രായേലിനെതിരായ 2 പ്രമേയങ്ങളെ അനുകൂലിച്ച് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ വോട്ട് ചെയ്ത് നിലപാട് പ്രഖ്യാപിച്ച് ഇന്ത്യ. പലസ്തീനിലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും സിറിയൻ ഗോലാനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നുമുള്ള പ്രമേയങ്ങളിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ജൂനിയർ ഹോക്കി ഏഷ്യാകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പാകിസ്ഥാനെ 3-5 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ഉയർത്തിയത്. ഇന്ത്യയുടെ മുൻ ഗോൾ കീപ്പറും മലയാളിയുമായ PR ശ്രീജേഷാണ് ജൂനിയർ ടീമിന്റെ പരിശീലകൻ. അണ്ടർ 19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ UAEക്കെതിരായ മത്സരത്തിൽ 10 വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ ഇന്ത്യ സെമിയിലെത്തി. നാളെ നടക്കുന്ന സെമിയിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. മറ്റൊരു സെമി ഫൈനലിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. 46 പന്തിൽ 76 റൺസെടുത്ത IPLൽ രാജസ്ഥാൻ റോയൽസ് 1.10 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ 13-കാരൻ വൈഭവിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ വിജയം അനായാസമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.